നമ്മൾ പോലും അറിയാതെ വലിയ ഒരു ഇലക്ഷൻ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ചിരിക്കുന്ന മുഖ്യമന്ത്രി. ഏറ്റവും വലിയ ജനാധിപത്യ അട്ടിമറിയുടെയും സംഘപരിവാർ അന്തർധാരയുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് മാത്രം അധികാരത്തിൽ വന്ന കൂട്ടരാണോ വി.ഡി. സതീശനും ടീം യു.ഡി.എഫും എന്ന സംശയം പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട്. 100-ലധികം സീറ്റുകൾ നേടുമെന്ന സതീശന്റെ മുൻകൂർ പ്രവചനവും 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുമെന്ന കണക്കുകൂട്ടലുകളും മുൻകൂർ തയ്യാറാക്കിയ തിരക്കഥ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തതിന്റെ ഭാഗമാണോ? ജനഹിതത്തെ അട്ടിമറിച്ച് സംഘപരിവാറുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ബലത്തിലാണ് സതീശൻ ഭരണം പിടിച്ചതെന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നു. ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറയാണ്. ആരാണ് ഈ രത്തൻ കേൽക്കർ? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കത്തിൽ ബി.ജെ.പിയുടെ സീൽ പതിഞ്ഞു വന്നപ്പോൾ സാങ്കേതിക പിഴവ് എന്ന് പറഞ്ഞ് വെളുപ്പിച്ചെടുത്ത അതേ ഉദ്യോഗസ്ഥൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവി ഇല്ലാത്ത വിധം ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടത്താൻ കേന്ദ്രം നിയോഗിച്ച ഉദ്യോഗസ്ഥൻ തന്നെ ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സഹായിയായി മാറുന്ന കാഴ്ച ജനാധിപത്യത്തെ പരിഹസിക്കുന്നതാണ്. SIR നടപടികൾ കേരളത്തിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന UDF നേതാക്കളുടെ പ്രസ്താവനകളും ഇതിനോട് ചേർത്ത് വായിക്കണം. പശ്ചിമ ബംഗാളിലും ഇതേ കാഴ്ച നമ്മൾ കണ്ടു. അവിടെയും SIR-ലൂടെ വലിയ അട്ടിമറി നടത്തിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മനോജ് അഗർവാളിനെയാണ് BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കൂടുതൽ വലിയ കള്ളത്തരം നടത്തുന്നയാൾക്ക് കൂടുതൽ വലിയ പ്രതിഫലം ഉണ്ടാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഈ നിയമനത്തെ പറ്റി രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളത്? SIR-ന്റെ മറവിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ടുകൾ വെട്ടിയപ്പോൾ അത് പിണറായി വിജയന്റെ മേൽ കെട്ടിവയ്ക്കാൻ വീടുകൾ കയറി പച്ചക്കള്ളം പ്രചരിപ്പിച്ച മുസ്ലിം ലീഗിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? സർവീസ് വോട്ടുകൾ ചെയ്യിപ്പിക്കാത്തതും ബാലറ്റ് പട്ടികകൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ ലീഗ് പ്രവർത്തകർ കാവൽ നിന്നതും ഈ നാടകത്തിന്റെ ഭാഗമായിരുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് NDA നേതാക്കളെ കാണാൻ പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് ഇനി വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ ലീഗ് ചോദിക്കണം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും പാടുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ് RSS മുഖപത്രമായ ഓർഗനൈസർ സതീശനെ പുകഴ്ത്തുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെയും പിന്തുണയെ മറികടന്ന് സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. ഇതെല്ലാം മംഗലാപുരത്തേക്ക് നടത്തിയ ഈ രഹസ്യ യാത്ര കൊണ്ടാണ്. പണ്ട് ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന സതീശൻ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി കേരളത്തെ സംഘപരിവാറിന് മുന്നിൽ പണയം വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ കേരളം പ്രതികരിച്ചേ മതിയാകൂ.